ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ കെമിസ്ട്രിയാണ് എടുക്കാൻ പോണത്. കെമിസ്ട്രിയിൽ നെക്സ്റ്റ് ചാപ്റ്റർ 17ാമത്തെ ചാപ്റ്റർ ഹൈഡ്രജൻ ആൻഡ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്. ഹൈഡ്രജൻ ആൻഡ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്. അപ്പോൾ നമുക്ക് അറിയാം പീരിയോഡിക് ടേബിൾ എന്ന് പറയുമ്പോൾ പീരിയോഡിക് ടേബിളിൽ 18 ഗ്രൂപ്പുകളും അതേപോലെ 7 പീരീഡും ആണുള്ളത്. ഇനി ഈ 7 പീരീഡിൽ തന്നെ 6ാമത്തെയും 7ാമത്തെയും പീരീഡിൽ എക്സ്ട്രാ വരുന്ന എലമെൻസുകൾ നമ്മൾ ലെന്തനോയിഡ്സ് ആക്ടിനോയിഡ്സ് ഒക്കെ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ബ്ലോക്കുകളുടെ ഡിവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1ാമത്തെയും 2ാമത്തെയും ഗ്രൂപ്പിനെ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്നാണ് അറിയപ്പെടുക. 1ാമത്തെയും 2ാമത്തെയും ഗ്രൂപ്പിനെ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്നാണ് അറിയപ്പെടുക. 13 മുതൽ 18 വരെയുള്ള ബ്ലോക്കിനെ പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്നാണ് അറിയപ്പെടുക. 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിനെ പി ബ്ലോക്ക് എലമെൻറ്റ്സ്. ഇനി നമ്മൾ ട്രാൻസിഷൻ എലമെൻറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് അവരെയാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുക. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുക. ലെന്തനോയിഡ്സും ആക്ടിനോയിഡ്സും ആണ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. ലെന്തനോയിഡ്സും ആക്ടിനോയിഡ്സും ആണ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ എസ് പി എഫ് ഡി എന്നൊക്കെ പറഞ്ഞ ബ്ലോക്കുകളായിട്ട് തിരിച്ചിട്ടുള്ളതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സാധാരണ നമുക്കറിയാം എന്താണ് ഷെല്ലുകൾ 4 എണ്ണം KLMN. ഇനി ഓരോ ഷെല്ലിനും എന്തുണ്ട് സബ് ഷെല്ലുകൾ ഉണ്ട് അല്ലേ. ആ സബ് ഷെല്ലുകളാണ് SPDF. കാല് ഒരു സബ് ഷെല്ല് എസ്, എല്ലിൽ 2 എണ്ണം എസും പിയും, എമ്മിൽ SPD, എന്നിൽ SPDF നമ്മളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എസ് ബ്ലോക്ക് എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇലക്ട്രോണുകളുടെ ഫില്ലിങ് ലാസ്റ്റ് ചെയ്യണത് അല്ലെങ്കിൽ കഴിയുന്നത് എവിടെയായിരിക്കും? എസ് ബ്ലോക്കിലായിരിക്കും. എസ് ബ്ലോക്ക് എലമെൻ്റ് എന്ന് പറയുമ്പോൾ ഒരാറ്റത്തിൻ്റെ ഇലക്ട്രോൺ ഫില്ലിങ് അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ പൂരണം നടക്കുന്നത്, ലാസ്റ്റത്തെ പൂരണം നടക്കുന്നത് എവിടെയാണ്? എസ് ബ്ലോക്കിലാണെങ്കിൽ അല്ലെങ്കിൽ എസ് സബ് ഷെല്ലിലാണെങ്കിൽ അതെവിടെയായിരിക്കും? എസ് ബ്ലോക്ക് എലമെൻ്റ് ആയിരിക്കും. ഇനി പിയിലാണ് ലാസ്റ്റ് ഇലക്ട്രോണുകൾ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്? പി ബ്ലോക്ക് എലമെൻ്റ് ആണ്. ഡി ആണെങ്കിൽ ഡി ബ്ലോക്ക് എലമെൻറ്റ്, എഫ് ആണെങ്കിൽ എഫ് ബ്ലോക്ക് എലമെൻറ്റ്. അപ്പോൾ അങ്ങനെയാണ് ആ ബ്ലോക്കുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ 1ാമത്തെയും 2ാമത്തെയും ഗ്രൂപ്പുകളാണ് എന്തുള്ളത് നമ്മൾ എസ് ബ്ലോക്കിൽ ഉൾപ്പെടുത്തുന്നത്. ഇനി ഹൈഡ്രജൻ്റെ ഒരു പൊസിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഇപ്പോൾ മെറ്റൽസിൻ്റെയോ നോൺ മെറ്റൽസിൻ്റെയോ ഒന്നും സ്വഭാവം കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനൊരു ഫ്രീ സ്റ്റേറ്റിൽ നമ്മളവിടെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയാനുള്ളത്. അപ്പോൾ എസ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ആദ്യം വരുന്നത് എന്താണ്? 1ാമത്തെയും 2ാമത്തെയും ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സ്. 1ാമത്തെ ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സിന് പൊതുവായി പറയുന്ന പേരാണ് ആൽക്കലി മെറ്റൽസ്. 2ാമത്തെ ഗ്രൂപ്പിനെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. 1ാമത്തെ ഗ്രൂപ്പ് ആൽക്കലി മെറ്റൽസ്, 2ാമത്തെ ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. നമുക്കറിയാം 1ാമത്തെ ഗ്രൂപ്പിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോണും 2ാമത്തെ ഗ്രൂപ്പിന് എന്തായിരിക്കും? 2 ഇലക്ട്രോണുമാണ് ഉണ്ടായിരിക്കുക. ഇതൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാനുള്ളത്. ഇനി ഇവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ഓരോ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന സമയത്ത് ഇലക്ട്രോണുകളെ വാങ്ങി അവർ ഒബ്ജക്റ്റ് പൂർത്തിയാക്കുകയാണോ ചെയ്യുക, കൊടുക്കുകയാണോ ചെയ്യുക? 1 ഇലക്ട്രോൺ 2 ഇലക്ട്രോണൊക്കെ ഉള്ളൂ. അപ്പോൾ ബാക്കി 7 എണ്ണത്തിനെയും 6 എണ്ണത്തിനെയൊക്കെ വാങ്ങുന്നതിനേക്കാളും അവർക്ക് എളുപ്പം എന്താണ്? ആ ഉള്ള 1നെയും 2നെയും കളഞ്ഞിട്ട് ആ ബാക്കിയുള്ളവരായിട്ട് സ്റ്റേബിളായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരെന്താ ചെയ്യുക? ഇലക്ട്രോണുകളെ ലോസ് ചെയ്യാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അവരെന്താണ്? അവർക്ക് പ്ലസ് ചാർജുകളാണ് ഉണ്ടായിരിക്കുക ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെന്താണ് അവർ ഇലക്ട്രോണുകൾ ലൂസ് ചെയ്യണം. അതുകൊണ്ടാണ് അവർ മെറ്റൽസ് ആയിട്ടുള്ളത്. മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടീസാണ് അവർ കാണിക്കുക. മെയിനായിട്ട് എന്താണ്? ഇലക്ട്രോണുകളെ ലൂസ് ചെയ്യുന്നു. ഇതൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അവരെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ഹൈഡ്രജനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹൈഡ്രജൻ 1 അതിൻ്റെ അറ്റോമിക് നമ്പർ. ഹൈഡ്രജന് 3 ഐസോട്ടോപ്പുകളുണ്ട്. ഐസോട്ടോപ്പ് എന്ന് പറയുമ്പോൾ ഒരേ അറ്റോമിക് നമ്പറും ഡിഫറൻറ്റ് മാസ് നമ്പറുള്ള ആറ്റംസ് ആണ് എന്ത്? ഐസോട്ടോപ്പുകൾ. അതായത് ഒരേ ആറ്റത്തിൻ്റെ തന്നെ ഡിഫറെൻറ്റ് വേർഷൻസ്. അതിൽ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്സ് ആണ് ആരൊക്കെ? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. പ്രോട്ടിയം എന്ന് പറയുമ്പോൾ മാസ് നമ്പർ 1, ഡ്യൂട്ടീരിയം എന്ന് പറയുമ്പോൾ മാസ് നമ്പർ 2, ട്രിഷ്യം എന്ന് പറയുമ്പോൾ മാസ് നമ്പർ 3. അപ്പോൾ എല്ലാത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. അപ്പോൾ ഹൈഡ്രജൻ ഐസോട്ടോപ്സ് ചോദിക്കാവുന്നതാണ്. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഇനി ഹൈഡ്രജൻ കാർബണുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്ന ഗ്യാസാണ് മീഥെയിൻ. ഓർത്ത് വയ്ക്കാം. കാർബണായിട്ട്
കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്ന ഗ്യാസാണ് മീഥെയിൻ. അതേപോലെ തന്നെ എന്താണ്, ഫെർട്ടിലൈസേഴ്സിൻ്റെ പ്രൊഡക്ഷന് യൂസ് ചെയ്യുന്നതാണ് അമോണിയ. അമോണിയ യൂസ് ചെയ്യുന്ന ഗ്യാസാണ് അമോണിയ. ഇനി ഈ നമ്മുടെ ഹൈഡ്രജൻ്റെ ഐസോടോപ്പിൽ ഡ്യൂട്ടീരിയം നമ്മൾ ഹെവി വാട്ടറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഹെവി വാട്ടർ എന്ന് പറയാം. ഹെവി വാട്ടർ എന്ന് അറിയപ്പെടുന്നത് എന്താണ്, ഡ്യൂട്ടീരിയമാണ്. ഹൈഡ്രജൻ്റെ ഐസോടോപ്പായിട്ടുള്ള ഡ്യൂട്ടീരിയമാണ് ഹെവി വാട്ടർ. ഇനി വെള്ളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഐസ് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യും. കാരണം എന്താണ്, ഐസിന് വെള്ളത്തെക്കാളും ഡെൻസിറ്റി കുറവാണ്. ചെറിയ വൺ വേർഡ്സൊക്കെ ആയിട്ട് ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് പോലെയൊക്കെ വലുതൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സിംഗിൾ പോയിൻറ്റ്സുകൾ നമുക്ക് നോട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഐസ് ഫ്ലോട്ട് ചെയ്യാനുള്ള കാരണം എന്താണ്, ഐസിന് വെള്ളത്തിനേക്കാളും ഡെൻസിറ്റി കുറവാണ്. ഇനി നോക്കാനുള്ളത് ഹൈഡ്രജൻ്റെ ഒക്കുറൻസിനെ കുറിച്ചിട്ടാണ്. എവിടേക്കാണ് ഹൈഡ്രജൻ കാണുന്നതെന്നുള്ളത്. ഫ്രീ സ്റ്റേറ്റിലാണ് കാണുന്നത്. ഒരുപാട് ഓർഗാനിക് ഗ്യാസസുകൾ അതിൻ്റെ കൂടെ കാണുന്നുണ്ട്. സൂര്യൻ്റെ അറ്റ്മോസ്ഫിയറിൽ ഹൈഡ്രജനാണ് കാണപ്പെടുന്നത്. അതുപോലെ കുറേ സ്റ്റാറുകൾ, നക്ഷത്രങ്ങളുടെ അറ്റ്മോസ്ഫിയറിലൊക്കെ ഹൈഡ്രജൻ ഗ്യാസാണ് കാണപ്പെടുന്നത്. ഇനി എന്താണ് ഹൈഡ്രജൻ്റെ യൂസ്? ഫോർ കൺവേർഷൻ ഓഫ് കോൾ ഇൻറ്റു സിന്തറ്റിക് പെട്രോളിയം. കൽക്കരിനെ പെട്രോളിയം ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഹൈഡ്രജൻ ഉപയോഗിക്കുന്നുണ്ട്. ഇൻ ദ മാനുഫാക്ചർ ഓഫ് ബൾക്ക് ഓർഗാനിക് കെമിക്കൽസ്, പർട്ടിക്കുലർലി മെത്തനോളിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി ഹൈഡ്രജൻ യൂസ് ചെയ്യുന്നുണ്ട്. ആസ് പ്രൈമറി ഫ്യൂവൽ ഫോർ ഹെവി റോക്കറ്റ്സിൽ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ ഫില്ലിംഗ് ബലൂൺസ്, ഹൈഡ്രജൻ ബലൂൺസ് അല്ലേ, അപ്പോൾ ബലൂണുകൾ ഫില്ല് ചെയ്യാനൊക്കെ ഹൈഡ്രജൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഹെവി വാട്ടറിൻ്റെ യൂസുകളാണ്. ഹെവി വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ആയിട്ടുള്ള ഡ്യൂട്ടീരിയമാണ് ഹെവി വാട്ടർ ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ യൂസ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ മോഡറേറ്ററായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ യൂസ്ഡ് ഇൻ ദ സ്റ്റഡി ഓഫ് മെക്കാനിസം ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ഇൻവോൾവ് ഇൻ ഹൈഡ്രജൻ. ഹൈഡ്രജൻ ഉൾപ്പെടുന്ന കെമിക്കൽ റിയാക്ഷൻസിൻ്റെ മെക്കാനിസം സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഹെവി വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഹൈഡ്രജനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഹൈഡ്രജൻ്റെ ഒരു കോമ്പൗണ്ടാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത് അതിൻ്റെ കെമിക്കൽ ഫോർമുല H2O2. ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2. ഇനി ഇതിൻ്റെ പ്യുവർ ഫോമിൽ അതിനെന്താണ്, ഒരു പെയിൽ ബ്ലൂ കളറാണ്, ലിക്വിഡ് ഫോമാണ്. ഇനി വെള്ളത്തിനേക്കാളും കുറച്ചും കൂടി വിസ്കസ് ആണ്, അതിന് കുറച്ചും കൂടി വിസ്കോസിറ്റി ഉണ്ട്. വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴുകാനായിട്ട് പതുക്കെ പോവുള്ളൂ, തേനൊക്കെ പോലെ. അപ്പോൾ വെള്ളത്തിനേക്കാളും തേൻ്റെ പോലെയല്ല, കുറച്ചും കൂടി വിസ്കോസിറ്റി ഉണ്ട് അതിന്. പിന്നെ ഇത് ഓക്സിഡൈസറായിട്ട്, ബ്ലീച്ചിങ് ഏജൻ്റായിട്ട്, ആൻറ്റിസെപ്റ്റിക്കോ ആയിട്ടൊക്കെ ഹൈഡ്രജൻ പെറോക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഹൈഡ്രജൻ പെറോക്സൈഡ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അത് എന്താണ്, അതിൻ്റെ കളർ നഷ്ടപ്പെടും. പെയിൽ ബ്ലൂ കളർ ഉണ്ടല്ലോ, ആ കളർ അതിന് ഡിസ്കളറൈസ്ഡ് ആവും. ഒന്ന് ഓർത്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഡീകളറൈസ്ഡ് ആവും. ആരായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ. ഇനി നമുക്ക് എസ് ബ്ലോക്ക് എലമെൻസിനെ കുറിച്ചാണ് നോക്കാനുള്ളത്. ഇനി എസ് ബ്ലോക്ക് എലമെൻസിൽ 1, 2 ഗ്രൂപ്പിൽ എലമെൻസ് ആണ്. ഇപ്പോൾ മെയിൻ സോഡിയം, അതുപോലെ പൊട്ടാസ്യം, മാഗ്നീഷ്യം, അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് അതിൽ മെയിനായിട്ട് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ അതിൽ സോഡിയത്തിൻ്റെ ഓറുകൾ, അയിരുകൾ, NaCl നമ്മുടെ ഉപ്പ്, സോഡിയം കാർബണേറ്റ് Na2CO3, റോക്ക് സാൾട്ട്, ഇതൊക്കെ എന്താണ്, സോഡിയത്തിൻ്റെ ഓറുകളാണ്. പൊട്ടാസ്യത്തിൻ്റെയും മാഗ്നീഷ്യത്തിൻ്റെയും കൂടിയുള്ള ഓറാണ് എന്ത്, കാർണലൈറ്റ്. പൊട്ടാസ്യത്തിൻ്റെയും മാഗ്നീഷ്യത്തിൻ്റെയും കൂടിയുള്ള ഓറാണ്. ഇനി എസ് ബ്ലോക്ക് എലമെൻസിൻ്റെ കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആർ ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് ഇൻ നേച്ചർ. ഇലക്ട്രോ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാനുള്ള കഴിവ്. അവർ 1, 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുക ചെയ്യുക. അപ്പോൾ അങ്ങനെ അവർ പോസിറ്റീവ് ചാർജ് ഉണ്ടാവുകയാണ് ചെയ്യുക. ദേ ഹാവ് 10 വാട്ട് അയണൈസേഷൻ എനർജി. അയണൈസേഷൻ എനർജി അവർക്ക് ഒരുപാട് വേണം. അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത് ഒരു ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ കളയാൻ വേണ്ട എനർജിയാണ്. അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പ് ഒക്കെ വരുമ്പോൾ ഇവർ കുറച്ചും കൂടി പോസിറ്റീവ് ചാർജ് കൂടുതലാണ്. അപ്പോൾ ഇവർക്ക് ഒരുപാട് എന്താ പറയുക, നമ്മുടെ ന്യൂക്ലിയസ് വല്ലാതെ വരെ അട്രാക്റ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ടാവും. അപ്പോൾ
ന്യൂക്ലിയസും ആ ഇലക്ട്രോണുകളും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവരെ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് എനർജി കൊടുക്കേണ്ടി വരും. ആ എനർജിയാണ് അയണൈസേഷൻ എനർജി. ദേ ആർ ലൈറ്റർ ദാൻ അതർ ബ്ലോക്ക് എലമെൻറ്റ്സ്. മറ്റുള്ളവനേക്കാൾ എന്താണ്, കനം കുറഞ്ഞ അല്ലെങ്കിൽ ലൈറ്റർ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള എസ് ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ പ്രത്യേകതകൾ. ഇനി നമുക്കിതിൽ ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്, ഇപ്പോൾ ആൽക്കലി മെറ്റൽസ്, അതായത് ഒന്നാമത്തെ ഗ്രൂപ്പ് എലമെൻറ്റ്സ്, അവർ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഫ്ലെയിമിന് കളർ ഉണ്ടാവും. കളേർഡ് ഫ്ലെയിം അവർ ഉണ്ടാക്കും. അതിനുള്ള കാരണമാണ് ചോദിക്കുന്നത്. അതിനുള്ള കാരണമാണ് പറയണത്, ഇവരുടെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഉണ്ടല്ലോ, ഈ ആൽക്കലി മെറ്റൽസിൻ്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഒരുപാട് എനർജി അബ്സോർബ് ചെയ്യും. ഒരുപാട് എനർജി അബ്സോർബ് ചെയ്തിട്ട് അവരെന്താണ്, ഹൈ എനർജി ലെവലിലേക്ക് ആ ഇലക്ട്രോൺസ് പോകും. ഇനി ഈ അബ്സോർബ് ചെയ്ത എനർജി മുഴുവൻ എന്താണ്, ഇവർ എമിറ്റ് ചെയ്യും, തിരിച്ച് എമിറ്റ് ചെയ്യും. എമിറ്റ് ചെയ്തിട്ട് അവർ ആ ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്നും ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് അവർ തിരിച്ചു വരും. ഇങ്ങനെ ഉണ്ടാവുന്ന എനർജി ഡിഫറൻസ് നമുക്ക് എന്താണ്, വിസിബിൾ റേഞ്ചിലുള്ള റേഡിയേഷൻസ് ആണ് അവർ കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്കത് വിസിബിളാണ്. പെട്ടെന്ന് എന്താണ്, അവർ ഒരുപാട് എനർജി അബ്സോർബ് ചെയ്തിട്ട് ആ ഇലക്ട്രോൺസ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ പോവും. അതേപോലെ തന്നെ ആ എനർജീനെ അവർ ലിബറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ തിരിച്ച് എമിറ്റ് ചെയ്തിട്ട് ആ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. ഈ എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് ആ ഒരു വിസിബിൾ റേഞ്ച് ഓഫ് റേഡിയേഷനിലാണ് നടക്കുന്നത്. അത് നമുക്കത് കാണാം. അതുകൊണ്ടാണ് എന്ത് കാണാമെന്നല്ല, ആ വിസിബിൾ റേഞ്ച് ഓഫ് റേഡിയേഷൻസില്ല, നമ്മുടെ ആ വിസിബിൾ ലൈറ്റിൻ്റെ ആ റേഞ്ചിലാണ് ഈ ഒരു എനർജി ഡിഫറൻസ് നടക്കുന്നത്. അതുകൊണ്ടാണ് അവർ കളേർഡ് ഫ്ലെയിം ഫോം ചെയ്യണത്. അപ്പോൾ ഇതാണ് കാര്യം. അതായത് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ എന്താണ്, എനർജി അബ്സോർബ് ചെയ്തിട്ട് ഒരുപാട് എനർജി അബ്സോർബ് ചെയ്തിട്ട് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകും. അതേപോലെ തന്നെ എനർജി ലിബറേറ്റ് ചെയ്തിട്ട് തിരിച്ചങ്ങോട്ട് വരും, ആ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരും. ആ ഒരു എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് വിസിബിൾ റേഞ്ച് ഓഫ് റേഡിയേഷനിലാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കത് കളേർഡായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ കളേർഡ് ഫ്ലെയിം അവർ ഉണ്ടാക്കുന്നത്. ഇനി ഇവർക്ക് ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആണ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സിന്. ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആവാനുള്ള കാരണം എന്താണ്, ഇവരെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റിലുള്ള ഇലക്ട്രോൺ, അതായിട്ട് അതും ന്യൂക്ലിയസുമായിട്ട് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് മെൽറ്റിംഗ് പോയിൻ്റ് അവർക്ക് കൂടുന്നത്. ഇനി റെഡ്യൂസിങ് ബിഹേവിയർ, ഇലക്ട്രോണുകൾ റെഡ്യൂസിങ് ബിഹേവിയർ വെച്ച് നോക്കുമ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പും രണ്ടാമത്തെ ഗ്രൂപ്പും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ത് ചെയ്യും, ഒരു ഇലക്ട്രോണ് രണ്ടുപേരെന്ത് ചെയ്യും, ഇലക്ട്രോണുകളെ ലോസ് ചെയ്യാണ് ചെയ്യുക. ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ളത് ഒരു ഇലക്ട്രോണ് ലോസ് ചെയ്യും, രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ളത് 2 ഇലക്ട്രോണുകൾ ലോസ് ചെയ്യും. ഒന്നാമത്തെ ഗ്രൂപ്പിന് 1 പ്ലസ് ചാർജും രണ്ടാമത്തെ ഗ്രൂപ്പിന് 2 പ്ലസ് ചാർജുമാണ് ഫോം ചെയ്യാനായിട്ട് പറ്റുക. ഇതൊക്കെയാണ് നമുക്ക് ഹൈഡ്രജൻ അതുപോലെ എസ് ബ്ലോക്ക് എലമെൻറ്റ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് നോക്കുക, പഠിക്കുക. താങ്ക് യു.